കടൽപ്പോരയുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഴീക്കോടുത്തെ ഔട്ട് ബോർഡ് വള്ളങ്ങളെ പരിചയപ്പെടുത്തലാണ്. ഏകദേശം 20ഓളം ഔട്ട് ബോർഡ് വള്ളങ്ങളാണ് അഴീക്കോട് നിന്ന് പണിക്ക് പോകുന്നത്. ഏകദേശം 60ഓളം ഇൻബോർഡ് വള്ളങ്ങളുണ്ട്. ഇൻബോർഡ് വള്ളങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കുറഞ്ഞ സംഭവങ്ങളായിരിക്കുള്ളൂ നമ്മുടെ ഈ പറയുന്ന ഔട്ട് ബോർഡ് വള്ളങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഏകദേശം 600 മാറ് വല അതിലുണ്ടെങ്കിൽ ഏകദേശം 300 മാറ് വല ഔട്ട് ബോർഡ് വള്ളങ്ങൾ ഉപയോഗിക്കുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ ആവാസ വ്യവസ്ഥയോ അതിൻ്റെ മീനുകളുടെ പ്രജനന രീതികളെ തടസ്സപ്പെടുത്തുന്നുള്ള ഒരു പ്രവർത്തന രീതി ആയിരിക്കില്ല ഇതിലുണ്ടാകുന്നത്. അതായത് ട്രഡീഷണലായിട്ട് ഉപരിതല മത്സ്യബന്ധനം നടത്തുക എന്നതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. റിങ്ങർ ഉപയോഗിച്ച് നമ്മൾ മീൻ കോരിയെടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ ഈ വള്ളങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50 മുതൽ 57 അടി വരെയുള്ള വള്ളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ വല കോരിയിട്ട് നമുക്ക് മീൻ കൊണ്ടുവരുന്നത് ചെറിയ ചെറിയ കേരിയറുകളിലായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ മാലിക് ദിനാറിൻ്റെ കേരിയർ കിടക്കുന്നുണ്ട്, ടിപ്പുവിൻ്റെ കേരിയർ കിടക്കുന്നുണ്ട്. ഏകദേശം 2000 മുതൽ 2500 കിലോ ഒക്കെ വരെ മീൻ അതിൽ കൊള്ളും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരിയറുകളിലായിരിക്കും മീൻ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ അപ്പുറത്തൊരു വള്ളം കണ്ടില്ലേ, നിലാവ് എന്ന് പറഞ്ഞിട്ട്, അത് നമ്മൾ പണി നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അഴീക്കോട് വെച്ചിട്ട് നമ്മുടെ മാലിക്കിനാറിൻ്റെ കൊമ്പും ഒരു വള്ളം വന്നിടിച്ചിട്ട് കൊമ്പ് കുറച്ച് ഒടിഞ്ഞു വേണ്ടായി. അപ്പോൾ അത് ശരിയാക്കണം. അപ്പോൾ മഴ കാരണം ഇങ്ങനെ ചാക്കൊക്കെ കെട്ടി വെച്ചേക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞൊരു വള്ളമുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുന്ദരം കുട്ടപ്പം വള്ളമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള വള്ളമാണ്, നമ്മുടെ നല്ല നീളമുള്ള വള്ളമാണ്. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ മരൊക്കെ ഇതിൽ പണിക്ക് പോകുന്നിട്ട് അവർ പറഞ്ഞ് നല്ല സുഖമായിട്ട് പണിയെടുക്കാൻ പറ്റുന്ന വള്ളമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള വള്ളമാണ്. നമ്മുടെ ബന്ധുവിൻ്റെ ഒരു ഷെയറുള്ള കൂടിയ ഒരു വള്ളമാണ്. ഈ വള്ളങ്ങളെല്ലാം നമ്മൾ വെക്കുന്നതേ വണ്ടാനം, ആലപ്പുഴ വണ്ടാനത്ത് ഒരു മാലിപ്പുരയിലായിരുന്നു ഈ വള്ളങ്ങളൊക്കെ വെച്ചിരുന്നത്. ഇപ്പോൾ അവിടെ വള്ളങ്ങളൊന്നും വെക്കുന്നില്ല. പുള്ളി മരിച്ചു പോയതിൻ്റെ പേരിൽ ഫൈബർ വള്ളങ്ങളാണ് വെക്കുന്നത്. അപ്പോൾ ഈ ദേ കിടക്കണം നമ്മുടെ മാലിക് ദിനാറ് വള്ളം. അപ്പോൾ നമ്മുടെ മാലിക് ദിനാറിൻ്റെ പന്തലൊക്കെ അഴിച്ച് വെച്ചേക്കാണ് കേട്ടോ, കാറ്റ് പിടിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഏകദേശം 53 അടിയൊക്കെ നീളമുള്ളതാണ്. നമ്മുടെ ഈ വെള്ളത്തിൽ ഏകദേശം 2 എഞ്ചിനാണ് ഉള്ളത്. 40 HP 2 എഞ്ചിനാണുള്ളത്. യമഹ എൻഡ്രോ എന്ന് പറഞ്ഞത്. ചില ഇതിലൊക്കെ 3 വെച്ച് ഓടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പന്തലൊക്കെ കീറി തുടങ്ങി. അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ റിങ്ങർ സിൻ ഫിഷിങ് തന്നെയാണ് ചെയ്യുന്നത്. പരമ്പരാഗതമായിട്ട് ഉപരിതല മത്സ്യബന്ധന രീതിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാർ കാണുന്നില്ലേ, 1 കിലോത്തിൻ്റെ റിങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും ഈ 20 mm 20 mm 22 mm ഉള്ള റോപ്പുകളൊക്കെ ഓടി നമ്മൾ വല കോരി എടുക്കുന്നത്. ഇത് കൂടാതെ വള്ളത്തിൽ എക്കോ സൗണ്ടർ ഉണ്ട്, ബീഞ്ച് ഉണ്ട്. ബീഞ്ച് എന്ന് പറയുന്നത് പഴയൊരു എഞ്ചിൻ എടുത്തിട്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ബെൻസിൻ്റെ 705 എന്ന് പറഞ്ഞൊരു ഇതാണ് കേട്ടോ. അതിൻ്റെ എഞ്ചിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ റിങ് കയറി വരാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ബീഞ്ച് എന്ന് പറയുന്നത് ബെൻസിൻ്റെയാണ്. അപ്പോൾ ഇതിലുള്ള എക്കോ സൗണ്ടറുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ വളരെ കുറഞ്ഞ എമൗണ്ടിൻ്റെയൊക്കെയാണ്. പക്ഷേ കപ്പലുകളിലും ബോട്ടുകളിലൊക്കെ ഇതിന് ഭയങ്കര വലിയ റേഞ്ചിലുള്ള എക്കോ സൗണ്ടറുകളൊക്കെ ആയിരിക്കുള്ളൂ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വള്ളം അതുപോലെ 53 അടി ഒക്കെ ഉള്ളൂ. പിന്നെ അതേ മദീന എന്ന് പറഞ്ഞൊരു വള്ളം കേട്ടോ. ഇന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ കണ്ടപ്പോൾ പറഞ്ഞാണ്, എടോ ഞങ്ങളുടെ വള്ളത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കട്ടാ, ഞങ്ങളുടെ വള്ളത്തിൻ്റെ ഫോട്ടോ എടുക്കട്ടാ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഇങ്ങനെ പറയുമ്പോൾ അവർ വള്ളത്തെക്കുറിച്ച് പറയണമെന്ന്. അപ്പം നിങ്ങൾ കൂട്ടുകാർ കാണില്ലേ, നമ്മുടെ ഈ വള്ളത്തിലൊരു പെട്ടി ഇരിക്കുന്നുണ്ട്. ആ പെട്ടിയിൽ നമ്മൾ ചോറൊക്കെ വെക്കുന്നത് കേട്ടോ. നമ്മൾ റേഷൻ സാധനങ്ങളൊക്കെ മേടിച്ച് അരി സാമാനങ്ങളൊക്കെ മേടിച്ചു വന്നിട്ട് നമ്മൾ ചോറ് വെക്കും. മീൻ വെക്കുന്നത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന മീൻ മരിക്കാൻ വേണ്ടി കാത്തിരിക്കും. എന്തിന്? കറി വെക്കാനായിട്ട്, മുറിക്കണ്ടേ. അപ്പോൾ ഇതിലൊക്കെ വെക്കുന്ന കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അതുപോലെ വള്ളത്തിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. അതൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. ഈ കറി വെക്കുന്നൊക്കെ വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്നേഹതീരം എന്ന് പറഞ്ഞ വള്ളം കണ്ടില്ലേ, ഇത് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വള്ളം കൂടിയാണ്. ഏകദേശം നമ്മുടെ 57 അടിയൊക്കെ നീളമുണ്ട്. അപ്പോൾ അതിൻ്റെ കാരിയറുകളാണ് കിടക്കണത്. അപ്പോൾ ഞാനപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു സംഭവം തോന്നുന്നത്, ഈ വള്ളങ്ങൾ കിടന്ന് ഓടുന്നുണ്ടെന്ന് തോന്നണം. എന്താ സംബന്ധിച്ചാലേ നമ്മളെ കടലിൽ കൂടുതൽ അതിൻ്റെ പേരിൽ ആരും പണിക്ക് പോകാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത് കേട്ടോ. നോക്കുമ്പോഴല്ല വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അതായത് തിരമാലയുടെ ശക്തി ഈ പുഴയിൽ വന്നിട്ട് ഈ പെരുന്തോട്ടിലേക്ക് തള്ളുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേവ്സ് ഈ പുഴയിലേട്ടും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വള്ളങ്ങൾ കിടന്ന് ഇങ്ങനെ ഓടണം കേട്ടോ. അപ്പോൾ അവരെ കേരിയറൊക്കെ എനിക്ക് കെട്ടിക്കിടക്കണത് ഏകദേശം നമ്മുടെ പോലെ തന്നെ കേരിയറുകളാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മാലിക് ദിനാറിൻ്റെ ഒരു ചെറിയ കേരിയർ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ്ടോ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടല്ലോ. അപ്പോൾ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടണ്ടല്ല. എന്തായാലും ഒന്ന് നമ്മുടെ വള്ളം കൂടി ഒന്ന് വലിച്ച് കെട്ടണം. കാര്യം കഴിഞ്ഞ വർഷം 3 പ്രാവശ്യം റോപ്പ് പൊട്ടി വേറെ വള്ളത്തമ്മ ചെന്ന് ഇടിച്ചതാണേ. ഇതാണ് നമ്മുടെ കാരിയറുകൾ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് കേട്ടോ.
നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കൂട്ടുകാരെ, വള്ളം ഇപ്പോൾ നമ്മുടെ സ്നേഹതീരം വള്ളം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഇന്ന് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. നോക്കിയേ 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 ദേ വള്ളം ഓടുന്നു കണ്ട കൂട്ടുകാരെ. ഇതുപോലെ ഓടി നമ്മൾ റോപ്പ് ഓട്ടിയിട്ട് അന്ന് ചെന്ന് ഇടിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം, നമ്മുടെ വള്ളം ഒന്ന് വലിച്ച് കെട്ടട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കേ.